കുറെ പേര് എന്നോട് DMസിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഏറ്റവും നല്ല നല്ല ഫോൺ ഏതാണ് ബ്രോ, എനിക്ക് പറ്റിയ ഫോൺ ഏതാണ്, ഗെയിമിങ്ങിന് പറ്റിയ ഫോൺ ഏതാണ്, ക്യാമറ പറ്റിയ ഫോൺ ഏതാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെയുള്ള മറുപടി ആയിട്ട് നമ്മൾ ഈ വീഡിയോ വന്നിട്ടാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് ഐഫോൺ തന്നെയാണ്. കാരണം വേറെ ഏത് ഫോൺ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഐഫോണെ വെല്ലുവിളിക്കാൻ വേറൊരു ഫോണും ഇന്ന് നിലവിലില്ല. കാരണം ഞാൻ പറയുന്ന അടുത്ത കാരണങ്ങൾ. ഐഫോൺ മികച്ചതാവാനുള്ള ഒരു കാരണം അത് iOSൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. iOSന്റെ ഒപ്റ്റിമൈസേഷൻ, അതിന്റെ ആപ്പുകളോടുള്ള അതിന്റെ ആ രണ്ടും ഉപയോഗിക്കാനുള്ള ഒരു സ്മൂത്ത്നെസ്, പിന്നെ അതേപോലെ കോണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള അതിന്റെ ആപ്പും ആപ്പ് സ്റ്റോറും തമ്മിലുള്ള ഒരു ബന്ധം, അത് വളരെയധികം മികച്ച രീതിയിൽ അത് കൊണ്ടു നടക്കുന്നുണ്ട്. എന്നാൽ ആൻഡ്രോയിഡ് അങ്ങനല്ല. ആപ്പിളിന്റെ എല്ലാ ഫോണും ഐഫോൺ മാത്രമേ ഉള്ളൂ. എന്നാൽ ആൻഡ്രോയിഡില് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോണുകളുണ്ട്. അപ്പോ സാംസങ് ഉണ്ട്, വിവോ ഉണ്ട്, ഒപ്പോ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഫോണുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആൻഡ്രോയിഡ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ഐഫോൺ വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത്. ആപ്പിൾ ആകുമ്പോൾ ഒരൊറ്റ സിംഗിൾ സോഫ്റ്റ്വെയറിൽ iOSലുള്ള എല്ലാ ഫോണുകളും അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്ററിന് ഏറ്റവും നല്ലത് ഐഫോൺ ഉണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഐഫോൺ എടുക്കണം നല്ലത്. കാരണം വീഡിയോയിലും ഉഷാറ് ഐഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ഫോട്ടോ എടുക്കുന്ന ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് വിവോ X300 Pro ആണ്, അല്ലെങ്കിൽ വിവോ X200 Ultra, അല്ലെങ്കിൽ വിവോ X200 സീരീസ്, അതായത് X200 Pro, അല്ലെങ്കിൽ ഇനി അതല്ല അതിന്റെ മിനി ഫോൺ ആണെന്നുണ്ടെങ്കിൽ വിവോ X300 അല്ലെങ്കിൽ വിവോ X200. ഇതെല്ലാം മികച്ച ഫോട്ടോ എടുക്കുന്ന നല്ല ഫോണുകളാണ്. അപ്പോ നല്ല ആൻഡ്രോയിഡും വിത്ത് നല്ല ടെലിഫോട്ടോ വിത്ത് 10x സൂമും പിന്നെ 5x പോർട്രേറ്റും എല്ലാം അടങ്ങിയ ഒരു ഫുൾ പാക്കേജ് ആണ്. ക്യാമറന്റെ ബീസ്റ്റ് ആണ് വിവോ. അതുകൊണ്ട് ഞാൻ വിവോ സജസ്റ്റ് ചെയ്യുള്ളൂ. ഐഫോണും നല്ല ക്യാമറയാണ്, പക്ഷെ ഇപ്പോ ഒന്നും കൂടി നല്ല മോഡേൺ ടെക്നോളജിയിൽ വൻ AI എല്ലാ സെറ്റപ്പും, പിന്നെ അതേപോലെ ക്യാമറക്കായിട്ട് വേറൊരു ചിപ്പ് വിവോ പ്രദാനം ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാം കൂടി നോക്കുമ്പോൾ വിവോന്റെ അടുത്തേക്ക് ഐഫോൺ എത്തൂല. അതുകൊണ്ടാണ് വിവോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആൻഡ്രോയിഡ് ആണ്. നിങ്ങൾക്ക് ബജറ്റ് നോക്കാതെ വാങ്ങുന്നവർക്കുള്ളതാണ് കേട്ടോ. അത്യാവശ്യം പൈസ ചെലവാക്കിയിട്ട് ഫോൺ വാങ്ങുന്ന ആളുകളോടാണ് ഈ പറയുന്ന വീഡിയോ മൊത്തം. പിന്നെ അവസാനത്ത് ബജറ്റ് ആവശ്യമുള്ള, അതായത് ബജറ്റ് കുറഞ്ഞ ആളുകൾക്കുള്ള ഫോണുകൾ ഞാൻ പിന്നെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ പറയുന്നത് ബജറ്റ് ഒരു പ്രശ്നമേ അല്ല എന്നുള്ള ആളുകൾക്ക് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പൊ ഞാൻ അടുത്തത് ഗെയിമിങ്ങിന്റെ ഫോണിനെ പറ്റി പറയാം. ഗെയിമിങ്ങിലെ ഏറ്റവും ബീസ്റ്റ് ആയിട്ട് ഇപ്പൊ നിലവിലുള്ളത് റെഡ് മാജിക് ആണ്. പിന്നെ ഐക്യു ഉണ്ട്. ഐക്യു പക്ഷെ ഓവറോൾ ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ റെഡ് മാജിക്കിന്റെ അടുത്ത് ഗെയിമിങ്ങിന്റെ എല്ലാ സെറ്റപ്പും, കൂളിംഗ് സിസ്റ്റവും, വേപ്പർ ചാമ്പറും എല്ലാം അടങ്ങിയ ഒരു ഫോൺ ഗെയിമിങ്ങിന് റെഡ് മാജിക് തന്നെ. റെഡ് മാജിക് ഒരു ചൈനീസ് കമ്പനിയാണ്. അപ്പോ അത് ചൈനയിൽ നിന്ന് ഇറങ്ങുന്ന ഗ്ലോബൽ വേരിയന്റേ ഉള്ളൂ. ഇന്ത്യയിൽ അതിന് പ്രത്യേക യൂണിറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സൈറ്റ് ആണ് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോ അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ അത്യാവശ്യം 50 to 60 അല്ലെങ്കിൽ 70 ഉള്ളിലൊക്കെ ആയിട്ട് നല്ല നല്ല ഫോണുകൾ അവർ വരുന്നുണ്ട്. ഇപ്പൊ റെഡ് മാജിക് ലാസ്റ്റ് ഒന്ന് ഇറങ്ങിയത് 10 Pro അല്ലെങ്കിൽ 11 Pro ആണ്. അപ്പോ അതൊക്കെ മികച്ച ഗെയിമിങ്ങിന് പറ്റിയ ചിപ്പും പിന്നെ സ്നാപ്ഡ്രാഗൺ 888 Gen 5ന്റെ ചിപ്പൊക്കെയാണ് വരുന്നത്. നല്ല പെർഫോമൻസും ആണ്, നല്ല ഗെയിമിങ്ങിന് പറ്റിയ ബീസ്റ്റും ആണ്. അതിന്റെ ഫ്രെയിം പെർ സെക്കൻഡും പിന്നെ ഫ്രെയിം റേറ്റും കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നതും പിന്നെ അത്യാവശ്യം ഗ്രാഫിക്സിന്റെ കാര്യങ്ങളിലും എല്ലാ കാര്യത്തിലും അത് ഉഷാറാണ്. അപ്പോ റെഡ് മാജിക് ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ബജറ്റ് അനുസരിച്ചുള്ള നിങ്ങൾക്ക് വേണ്ട ഫോണുകൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ വീഡിയോ ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഏത് ഫോണാണ്, ഏത് ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.